ഓക്കെ എടാ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം, രേഖാംശ സ്ഥാനം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഇതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം നമ്മളെടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇതാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഓക്കെയാണേ. അപ്പോൾ ഇവിടെ നോക്കിക്കോണേടാ, ഞാനിപ്പോൾ ഇവിടെ വരച്ച് കാണിച്ചു തരാമേ. അതാണ്ട് ഇവിടെ നമ്മുടെ കന്യാകുമാരിയിലെ ഇന്ത്യയുടെ തെക്കേയറ്റം, അതായത് ഉപദ്വീപ് ഇന്ത്യയുടെ തെക്കേയറ്റമായ കന്യാകുമാരി, അതിനെ കണക്ട് ചെയ്ത് പോകുന്ന അക്ഷാംശ രേഖയാണ് അത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്. ഇനി വടക്കേയറ്റമല്ലേ ഇന്ത്യയുടെ വടക്കേയറ്റമാണ് ഏത്? ഇന്ദിരാക്കോളാണ് അല്ലേ? ഇന്ത്യയുടെ വടക്കേയറ്റം ചോദിച്ചാൽ ഏതാണ്? അത് ഇന്ദിരാക്കോളാണ്. ആ ഇന്ദിരാക്കോളിനെ കണക്ട് ചെയ്ത് പോകുന്നതാണ് അതായത് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ വടക്കേയറ്റത്തെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ ഏത്? അത് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ തെക്കേയറ്റത്തെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ ഏത്? അത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്താണ്. ഇതാണ് നമ്മൾ നോർമൽ ആൻസർ കേട്ടോ. നമുക്ക് നോർമൽ ആൻസറാണ് ഏത്? ഈ പറഞ്ഞേക്കുന്നത്. അപ്പം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തും കിട്ടുമല്ലോ. ഇനി നമ്മുടെ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റുകൾ അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിയല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റം അത് ഇന്ദിരാ പോയിൻ്റ് ആണല്ലേ? ഇന്ദിരാ പോയിൻ്റ് ആൻഡമാൻ നിക്കോബറിലെ ഗ്രേറ്റ് നിക്കോബർ ഐലൻഡിലാണ്. ഏതാണ്? ഗ്രേറ്റ് നിക്കോബർ ഐലൻഡിലാണ് ഏത്? ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എന്താണ്ടേടാ, ഇവിടെയാണ് ഏത്? ആ പറയുന്ന ഇന്ദിരാ പോയിൻ്റ്. ആ ഇന്ദിരാ പോയിൻ്റ് കൂടി കണക്കാക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ തെക്കേയറ്റത്തെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്താണ് കേട്ടോ. അത് നമ്മളടുത്ത് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചാൽ മാത്രം നമ്മൾ 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത് എഴുതിയാൽ മതി. ഇന്ത്യയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് എഴുതിയാൽ മതിടാ? ഇന്ത്യയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇനി ഇതുപോലെ നമ്മളടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയെന്ന് ചോദിക്കും. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം നമുക്ക് കിട്ടിയാൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് എന്നതല്ലേ ഇന്ത്യയുടെ ജനറലായിട്ടുള്ള എന്താണ് അക്ഷാംശ സ്ഥാനം. ഇതിൽ 37 ഡിഗ്രിയിൽ നിന്ന് 8 ഡിഗ്രി കുറച്ച് നമുക്ക് 29 ഡിഗ്രി എന്ന് കിട്ടത്തില്ലടാ. പിന്നെ അതാണ്ട് ഇവിടെ മിനിറ്റ് ഉണ്ട്, മിനിറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഉണ്ട് കേട്ടോ. അതിനില്ലാത്ത നമ്മൾ റൗണ്ട് ചെയ്ത് 1 ഡിഗ്രി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? 30 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഓക്കെ. ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്ട് നമ്മളിപ്പം എടുത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ എന്താണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ് അക്ഷാംശ രേഖകൾ അല്ലേ? ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഏത്? രേഖാംശ രേഖകൾ. അപ്പോൾ ഞാൻ എന്താണ്ടേടാ ഇങ്ങനെ വരച്ചു, ഇവിടെ ഇങ്ങനെ വരച്ചു, ഈ എൻഡിനെ ഇങ്ങനെ വരച്ചു. അപ്പോൾ എന്താ നോക്ക്, ഇന്ത്യയുടെ ഈ ഭാഗത്തെ ഈ രേഖാംശ രേഖ എന്ന് പറഞ്ഞാൽ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ആണല്ലേ. എന്നാൽ ഇവിടത്തെ ആണെങ്കിലോടാ, ഇവിടെ നോക്കടാ, അത് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ എത്ര? 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ആണ് എന്ത്? ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. അപ്പം പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ കിഴക്കേയറ്റത്തെ രേഖാംശ സ്ഥാനം ഏത്? 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ചോദിക്കാം പടിഞ്ഞാറേയറ്റത്തെ രേഖാംശ സ്ഥാനം ഏത് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഏത്? 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ്. അപ്പോൾ ഇന്ത്യയുടെ തെക്കേയറ്റത്തെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ ഏത്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് കണ്ട. ഇനി വടക്കേയറ്റത്തെ ചോദിച്ചാൽ ഏതാണ്? വടക്കേയറ്റത്തെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇവിടെ അക്ഷാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്നത് വടക്കാണ് വരുന്നത് കേട്ടോ. ഇനി രേഖാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ വരുന്നത് കിഴക്കാണ്. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കണം. കാരണം 4 ഓപ്ഷനും ഒരുപോലെ വന്നിട്ട് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കി പഠിച്ചേക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? എന്ന് ചോദിച്ചാൽ അതാണ് 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശം. ഓക്കെ, 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശം. അതിന് നമുക്ക് 23 ഡിഗ്രി 30 മിനിറ്റ് വടക്ക് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്. അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്ന പേരാണ് ഉത്തരായന രേഖ. നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഉത്തരായന രേഖ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്ര എണ്ണം? സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് 8 എണ്ണമാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? അത് 8 ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ.
അപ്പോൾ ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാൻ, ഒന്ന് രാജസ്ഥാൻ, രണ്ട് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടിയല്ലേ പോകുന്നത്, അതുകൊണ്ട് മധ്യപ്രദേശ്. അപ്പോൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇനി അടുത്തതാണ് ഛത്തീസ്ഗഡ്. ഓക്കെയാണ്, അടുത്തതാണ് ഇത് ഛത്തീസ്ഗഡാണ്, ഛത്തീസ്ഗഡ്. ഇനി അതിനുശേഷം ഏതാണ് പശ്ചിമ ബംഗാൾ, പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ 1 2 3 4 ആയേ. ഇനി അടുത്തവൻ മിസോറ, സിമ്പിളായിട്ട് കിട്ടും മിസോറ. അടുത്തവൻ ഗുജറാത്ത്, ജാർഖണ്ഡ്, ത്രിപുര. ഇതാണടാ എന്ത് ഈ പറയുന്ന ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതെണ്ണം, ഈ 8 എണ്ണം കേട്ടോ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, മിസോറ, ഗുജറാത്ത്, ജാർഖണ്ഡ്, ത്രിപുര. ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്, അത് രാജസ്ഥാനാണ് കേട്ടോ. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് രാജസ്ഥാൻ. ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഏതാണ്, അത് ത്രിപുരയാണ് കേട്ടോ. ഏറ്റവും ചെറുത് ത്രിപുരയാണ്, ത്രിപുര. ഇനി ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ളത്, അതായത് നമ്മൾ ദാണ്ട് ഈ പറയുന്ന ഉത്തരായന രേഖ ഇങ്ങനെ വരയ്ക്കുന്നില്ലേ, ഇതിന് ഏറ്റവും കൂടുതൽ ദൈർഘ്യം എന്താ ഇവിടെയാണ് അല്ലേ, ഇന്ത്യയുടെ മധ്യഭാഗത്താണ്. അപ്പോൾ ഇത് മധ്യപ്രദേശാണ് കേട്ടോ. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും ദൈർഘ്യം കൂടി ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്, അത് മധ്യപ്രദേശാണ്, മധ്യപ്രദേശ്. ഈ ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും ദൈർഘ്യം കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനിൽ കൂടെ ഇതാ ഇച്ചിരി പൂര സ്ഥലത്തേ പോകണുള്ളൂ. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് ദൈർഘ്യം ഏറ്റവും കുറവ്, ദൈർഘ്യം കുറവ് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്, അത് രാജസ്ഥാനിലാണ് കേട്ടോ. ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ഏത് ഉത്തരായന രേഖ കടന്നു പോകുന്നത് രാജസ്ഥാനിലൂടെയാണ്, രാജസ്ഥാൻ. ഇനി നമ്മുടെ ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദാണ് കേട്ടോ. നിലവിലേതാണ് അഹമ്മദാബാദ്, മുമ്പ് കൊൽക്കത്തയായിരുന്നു കേട്ടോ, ഇപ്പോൾ ഏതാണ് അഹമ്മദാബാദാണ്, അഹമ്മദാബാദ്. ഇനി ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ചോദിച്ചാൽ ഏതാണെടാ, അത് ഉദയ്പൂറാണ് കേട്ടോ. ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ചോദിച്ചാൽ ഏതാണ്, ഉദയ്പൂറാണ്, ഉദയ്പൂർ. സാധാരണ നമുക്ക് 10th ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്കൊക്കെ ഈ ഉത്തരായന രേഖ അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന രേഖാംശ രേഖ, അതുപോലെ അക്ഷാംശ രേഖ എന്നിവയുമായി ബന്ധപ്പെട്ട് നമുക്ക് സാധാരണ ചോദിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം, ഇന്ത്യയുടെ സമയരേഖ കേട്ടോ. ഇന്ത്യയുടെ ആരെ പഠിക്കണം, സമയരേഖയെ പഠിക്കണം. അതൊന്ന് നോക്കാം. എടാ ഇന്ത്യയുടെ മാനക രേഖാംശം അഥവാ ഇന്ത്യയുടെ സമയരേഖയാണ് ഇതാണ്ട് ഈ വരച്ചേക്കുന്നതാണ് ഇത് ഇന്ത്യയുടെ മാനക രേഖാംശം. അപ്പോൾ ഇന്ത്യയുടെ സമയരേഖ അഥവാ മാനക രേഖാംശം ചോദിച്ചാൽ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഈ കിഴക്ക് എന്നതിന് പൂർവ്വം എന്നും പറയും അല്ലേ. പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ആയിട്ട് ആൻസർ വന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം എന്നാണ്, പൂർവ്വ രേഖാംശം. ഓക്കെ, 82 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിലുള്ള സമയ വ്യത്യാസം എത്ര. അടുത്തടുത്ത 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം, അടുത്തടുത്ത 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം ചോദിച്ചാൽ അത് 4 മിനിറ്റാണ് കേട്ടോ. എത്രയാണ്, 4 മിനിറ്റാണ്. ഓക്കെയാണ്. അപ്പോൾ എന്താ നോക്കടാ, ഈ പറയുന്ന ഇവിടം മുതൽ ഇവിടം വരെ 30 ഡിഗ്രി വ്യത്യാസം ഇല്ലടാ. അപ്പോൾ 30 ഡിഗ്രി 30 കൂടെ 4 120 മിനിറ്റാണ്. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേറ്റവും പടിഞ്ഞാറേറ്റവും തമ്മിലുള്ള സമയ വ്യത്യാസം ചോദിച്ചാൽ എത്രയാണടാ, അത് 2 മണിക്കൂറാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റവും അതുപോലെ തന്നെ എന്താണ് കിഴക്കേറ്റവും തമ്മിലുള്ള സമയ വ്യത്യാസം കേട്ടോ. ഇനി ഇവിടെ നോർത്ത് ഈസ്റ്റുകാരന്മാരില്ലേ, നോർത്ത് ഈസ്റ്റുകാരന്മാർ അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്കിഴക്കൻ സംസ്ഥാനക്കാർ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇത്രയും സമയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സമയമേഖല വേണമെന്ന് അവരെന്താണ് മുന്നോട്ട് എന്താണ് അവരൊരു സംഭവം കൊണ്ടുവന്നു. അതായത് അവർ പറഞ്ഞു അവരതിനു വേണ്ടി പ്രക്ഷോഭമൊക്കെ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയായിരുന്നു കേട്ടോ. അവർ പറഞ്ഞ സമയമേഖലയാണ് അത് ചായ് ബഗാൻ സമയമേഖല. അവരുടെ സമയമേഖല അവർ പറഞ്ഞത് ചായ് ബഗാൻ എന്ന് പറയുന്ന ഒരു പുതിയ സമയമേഖല അവർക്ക് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്തില്ല, നമ്മൾ ചായ് ബഗാൻ സമയമേഖലയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് ഒരേ ഒരു സമയ മേഖലയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് ചോദിച്ച മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തിനേക്കാൾ എത്ര കൂടുതലാണ് എന്നാണ്. ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് കേട്ടോ. ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ കൂടുതലാണ്, 5.5 മണിക്കൂർ കൂടുതലാണ്. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഈ ഒരു മോഡൽ. ഗ്രീനിച്ചിലെ സമയം 4 PM ആണ് എങ്കിൽ ഇന്ത്യൻ സമയം എത്ര. ഗ്രീനിച്ചിലെ സമയം 4 PM ആണെങ്കിൽ ഇന്ത്യൻ സമയം കണ്ടുപിടിക്കാൻ 5 6 7 8 9 ആയപ്പോൾ 5 മണിക്കൂറായി, പിന്നെ ഒരു അര, അപ്പോൾ 9:30 PM ആണ് ഇത് ഇന്ത്യൻ സമയം. അപ്പോൾ ഇതാണ് ഇത്
PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അത് കോപ്പി ചെയ്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് കേട്ടോ. ഇംഗ്ലീഷ് നമ്മളടുത്ത് ചോദിക്കുകയാണ് 11 AM ആണ് ഗ്രീനിറ്റിലെ സമയമെങ്കിൽ ഇന്ത്യൻ സമയം എത്ര? അപ്പോൾ നമ്മൾ 5.5 മണിക്കൂർ കൂട്ടുമ്പം എന്താണ് കയ്യിൽ വിരലെടുത്തിട്ട് 12, 1, 2, 3, 4, 4:30. ഓക്കെ എടാ, ഈ പറയുന്ന 11 കഴിഞ്ഞ് 12 ആകുമ്പോഴത്തേക്ക് എന്തായടാ? അത് PM ആയല്ലേ. അപ്പോൾ 4:30 എന്താണ്? PM ആണ് ആൻസർ. ഓക്കെയാണ്, 4:30 PM ആണ് ആൻസർ. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചുകൊണ്ട് പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ സാധാരണ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്.